ഹായ് എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്ന് ചെമ്പനീർ പൂവിൻ്റെ ഒരു അപ്കമിങ് എപ്പിസോഡ് നോക്കാം കേട്ടോ. അതായത് നമ്മുടെ ബീരാൻ തിരിച്ചു വരുന്ന ഒരു എപ്പിസോഡുണ്ട്. തിരിച്ചു വരുത്തേണ്ടതാണ് ഒരിക്കൽ കൂടെ. ആ എപ്പിസോഡൊന്ന് നോക്കി നോക്കാം. അപ്പോൾ ഒരു ദിവസം നമ്മുടെ ചന്ദ്രമ്മ ശ്രുതിയെ നിർബന്ധമായിട്ടും ഇനി അച്ഛൻ വന്നേ പറ്റൂ എന്ന ലെവലിൽ ഭയങ്കരമായിട്ട് നിർബന്ധിക്കുകയാണ് കേട്ടോ. ഇനി എപ്പോൾ വരുന്നല്ലോ കണ്ടേ പറ്റൂ എന്നുള്ള ലെവലിൽ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ശ്രുതിയാണെങ്കിൽ ഇങ്ങനെ ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയാതെ അങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മീരയുണ്ട് കേട്ടോ കൂടെ. അപ്പോൾ മീര പറയണുണ്ട്, ഇടി എൻ്റെ കസ്റ്റഡിയിൽ ഒരാളുണ്ട്, വരുത്തിയാലോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി സമ്മതിക്കണില്ല. അപ്പോൾ മീര പറയുന്നുണ്ട്, ഇനി നിനക്ക് രക്ഷപ്പെടാൻ പറ്റും തോന്നണില്ല. ഇത്ര നാൾ നിൻ്റെ അമ്മയമ്മ എപ്പോൾ വരും എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം നിർബന്ധമായിട്ടും കാണണം എന്നല്ലേ പറഞ്ഞിരിക്കണേ. ഇനി യാതൊരു രക്ഷയില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അത് ആലോചിച്ചിട്ട് തന്നെ ഞാനും നടക്കണേ, നീ എന്താ പിന്നെ എന്നെ വീണ്ടും പേടിപ്പിക്കുക എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീര പറയുന്നുണ്ട്, നമ്മൾ തുടക്കം മുതൽ ഒരു തെറ്റ് ചെയ്തു. അപ്പോൾ ശ്രുതി എന്ത് എന്നുള്ള ലെവലിൽ നോക്കി നിൽക്കണ്ട കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിനക്ക് അച്ഛനില്ല, ചെറിയച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. അപ്പോൾ പിന്നെ ചെറിയച്ഛനെ വെച്ചിട്ട് കാര്യങ്ങൾ നീക്കായിരുന്നു. അതും അല്ലെങ്കിൽ ചെറിയച്ഛനായിട്ട് ബീരാനെ കൊണ്ടുവന്നേക്കാൾ മുന്നേ നിൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് കൊടുന്നാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് വേറെ ആരെങ്കിലും കൊണ്ടുവന്നിട്ട് നിൻ്റെ അച്ഛനാന്ന് പറഞ്ഞിട്ട് കൊണ്ടുവരാം, അതേ ഇനി ഒരു രക്ഷയുള്ളൂ. അപ്പോൾ ശ്രുതി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചെയ്യാനാണെങ്കിൽ എനിക്ക് എന്നെ ചെയ്യായിരുന്നു. എൻ്റെ അമ്മയമ്മ എന്തിനാ അച്ഛനെ കാണാൻ വരണമെന്ന് പറയണമെന്ന് വിചാരിച്ചത്? വന്നു കഴിഞ്ഞാൽ സ്വർണം, പണം, ബിസിനസ് തുടങ്ങാൻ കാശ്, സ്വത്ത് മൊത്തം എഴുതി മേടിക്കുക, ഇതൊക്കെയാണ് ഉദ്ദേശം. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, എന്നാ വെച്ചാൽ അച്ഛൻ വന്നാലും ഇങ്ങനെ പണം എവിടെ നിന്ന് നമ്മൾ കണ്ടെത്തും? സ്വത്ത് കൊണ്ടുവരാൻ പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്ന് കൊണ്ടുവരും? ആകെ അച്ഛൻ്റെ 2-4 പാത്രം അങ്ങനെയൊക്കെയുള്ളൂ, അത് കൊടുന്നു കൊടുത്താൽ മതിയോ? അപ്പോൾ ശ്രുതി നീ കളിയാക്കാതെടി. ഇന്ന് അവരോട് സംസാരിച്ചപ്പോൾ എനിക്ക് ആകെ ഒരുമാതിരി പേടിയായിരുന്നു. ഇതിന് എത്രയും വേഗം ഒരു ഇത് കണ്ടെത്തണം, അല്ലെങ്കിൽ ശരിയാവില്ല എന്ന് പറയണ്ടോ ശ്രുതി. ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ടതൊക്കെ വേസ്റ്റ് ആവൂടി. അപ്പോൾ മീര ചോദിക്കണം, നീ എത്ര നാളിത് കൊണ്ടുപോകും? എത്ര നുണയെ നീ പറഞ്ഞു കൂട്ടിയെന്ന് കണക്കുണ്ടോ? കണക്കില്ലാത്ത അത്രയും നുണകൾ നീ പറഞ്ഞു കൂട്ടിയിട്ടുണ്ട്. നീ ഇനിയെങ്കിലും സത്യം പറയേ. അപ്പോൾ പിന്നെ എന്താ ഉണ്ടാവുക നിനക്കറിയാലോ, എന്നെ വീട്ടിൽ നിന്ന് പുറത്താക്കും. അതിനാണോ ഞാനിപ്പോൾ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്? എനിക്കിഷ്ടപ്പെട്ട ലൈഫ് കിട്ടാനായിട്ട് ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ടത്. അപ്പോൾ ഇപ്പം നിനക്ക് ഇഷ്ടപ്പെട്ട ലൈഫാണോ നീ ജീവിക്കണത്? എപ്പോഴും പേടിച്ചിട്ടല്ലേ ജീവിക്കണത്? സുധീനെ ഫുള്ളായിട്ട് എൻ്റെ കൺട്രോളിൽ കൊണ്ടുവരണം. പിന്നെ സത്യം തെളിഞ്ഞാലും കുഴപ്പമില്ല. ഇപ്പോൾ അവൻ്റെ മനസ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സത്യം തെളിഞ്ഞു കഴിഞ്ഞാൽ അവൻ എന്നെ ആദ്യം പുറത്താക്കും. സോറി ഡി, എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എൻ്റെ അമ്മ ഭക്ഷണം പോലും കഴിക്കാതെ ഇരിക്കുകയായിരുന്നു. തൽക്കാലം ഇതൊക്കെ മറന്നിരിക്കുകയായിരുന്നു. അതിനിടയ്ക്ക് ആ സച്ചി പറഞ്ഞ് ബിരിയാണി കൊണ്ടുവന്നത്. എന്നിട്ട് ഇപ്പം അതും കഴിച്ച് എന്നെ വിരട്ടിയിട്ട് പോയി. അപ്പോൾ മീര പറയുന്നുണ്ട്, എന്നാൽ പിന്നെ നമുക്ക് പുതിയൊരാളെ ഇറക്കുക തന്നെ ചെയ്യാം, സ്വത്ത് പിന്നെ വരും എന്ന് പറഞ്ഞിട്ട് നമുക്ക് സമാധാനിപ്പിക്കാമല്ലോ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, വേണ്ടടി, അതൊക്കെ ഇനി വലിയ റിസ്ക്കാണ്. ഇപ്പോൾ ഉള്ള ആളെ വെച്ചിട്ട് നമുക്കൊരു പുതിയ കഥ പറഞ്ഞുണ്ടാക്കാം. അപ്പോൾ മീര ചോദിക്കേണ്ട, ആരെ വെച്ച് ചോദിക്കേണ്ട? ആ ബീരാനില്ലല്ലോ, ബീരാൻ്റെ വെച്ചിട്ട്. നിൻ്റെ ചെറിയച്ചല്ലേ? കഴിഞ്ഞ വരെ പോയത് ഓർമ്മയുണ്ടല്ലോ, ഇനി വീണ്ടും വിളിക്കണോ? വേറെ വഴിയില്ലടി എന്ന് പറയുന്നുണ്ട് കേട്ടോ ശ്രുതി. എൻ്റെ കയ്യിലൊരു ഐഡിയ ഉണ്ട് എന്ന് പറയുന്നുണ്ട്. നീ എന്തായാലും ആളോട് വരാൻ പറ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ മീര ഫോൺ എടുത്ത് വിളിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ബീരാൻ വന്നിട്ടുണ്ട് കേട്ടോ. ബീരാൻ സ്വയം ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ടാണ് വരുന്നത്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ആവരുത്, ഇപ്രാവശ്യം നല്ലോണം അഭിനയിക്കണം. ഇത്തവണ എൻ്റെ അഭിനയം കണ്ടിട്ട് ഡയറക്ടർ വിളിക്കുക തന്നെ വേണം എന്നും പറഞ്ഞ് കോമാളി വേഷമൊക്കെ കെട്ടി വന്നിട്ടുണ്ട് കേട്ടോ. വന്നപ്പോൾ അപ്പോൾ വീട്ടിലാരെയും കാണാനില്ല, ഹോളിലാരെയും കാണാനില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ ബീരാൻ പറയുന്നുണ്ട്, ഇവിടെ ആരെയും കാണാമല്ലോ, സാറില്ലേ ഞാൻ തന്നെ ആക്ഷൻ പറഞ്ഞേക്കാം എന്നുകൊണ്ട് സ്വയം ആക്ഷനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ശ്രുതി മോളെ വിളിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രമ്മയാണ് കേട്ടോ വാതിൽ തുറന്ന് വന്നത് റൂമിൽ നിന്ന്. അപ്പോഴേക്കും ചന്ദ്രമ്മയ്ക്ക് ആകെ സന്തോഷമായി. ശ്രുതി ഇതേ നിൻ്റെ ചെറിയ പക്ഷം വന്നു പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും സച്ചി രേവതിയൊക്കെ റൂം തുറന്ന് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സച്ചി ചോദിക്കും, ഇയാൾ എന്തിനാ വീണ്ടും ഇവിടെ വന്നിരിക്കണേ? അറിയില്ല എന്ന് പറഞ്ഞിട്ട് രേവതി. അപ്പോഴേക്കും ശ്രുതി വരുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചേട്ടപ്പനോട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. ഇളച്ചനോട് മിണ്ടണ്ട, ഒരു വാക്കും മിണ്ടണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ട് അഭിനയിക്കുന്നുണ്ട്. ഞാൻ എത്ര തവണ വിളിച്ചതാ, എന്തെടുക്കാഞ്ഞ ഫോൺ? ഫംഗ്ഷന് വരാൻ വേണ്ടിയിട്ട് ഞാൻ എത്ര വിളിച്ചതാ, എന്നിട്ട് ഇവരൊക്കെ എന്നെ കളിയാക്കി, വന്നില്ലല്ലോ, എന്നിട്ട് ഇപ്പം എന്തിനാ വന്നത്? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, ദേഷ്യപ്പെടേണ്ട ശ്രുതി, ഇവിടെ വന്നിരിക്കുമെന്ന് പറഞ്ഞിട്ട് അച്ഛൻ കൊണ്ടിരുത്താൻ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇരിക്കാനൊന്നും നേരമില്ല, ജനലും വാതിലൊക്കെ അടച്ചേ എന്ന് പറഞ്ഞിട്ട് എല്ലാ വാതിലും പോയി ജനലൊക്കെ പോയി അടയ്ക്കുന്നുണ്ട് കേട്ടോ. മറ്റുള്ളവർക്ക് ഇത് എന്താ പോയി ചെയ്യണേന്ന് അർത്ഥത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് പോയിട്ട് എല്ലാ വാതിലും ജനലേക്ക് അടയ്ക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് സച്ചി പറയുന്നത്, പുറത്ത് മഴയും ഇതൊന്നും ഇല്ലല്ലോ, നല്ല വെയിലാണല്ലോ, പിന്നെ എന്തിനീ വാതിലും ജനലൊക്കെ അടച്ച് കുറ്റിയിടണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇളയച്ചൻ പറയണേ, ഇപ്പോൾ തമാശ പറയണ നേരമല്ല അതെന്ന് പറയും. അതിനിത് തമാശയല്ലല്ലോ എന്ന് പറയുന്നുണ്ട് സച്ചി. അപ്പോൾ സുധി ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. നീ ഒന്നും ഉണ്ടായിരുന്നേ, അവർ ടെൻഷനിലിരിക്കുക, അപ്പോഴാണ് നിൻ്റെ ഒരു എന്താങ്കിലും എന്ത് പറ്റി? അപ്പോൾ അച്ഛൻ ചോദിക്കേണ്ട എന്താ പ്രശ്നം ചോദിക്കേണ്ട കേട്ടോ. എല്ലാവരും അവിടെ നിന്ന് പ്രശ്നം ചോദിച്ചപ്പോൾ പറയുന്നുണ്ട്, അയ്യോ എല്ലാവരും കൂടി ഇങ്ങനെ ചോദിക്കല്ലേ, ഞാൻ പറയാം, ആദ്യം പോയി വാതിലൊക്കെ അടക്കി എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയേണ്ടത് രേവതിയോട് പോയിട്ടൊരു പാത്രം കൊണ്ടുവരാൻ പറയുന്നുണ്ട്. പാത്രം അത് എന്തിനു ചോദിക്കുന്നത്? അതൊക്കെ പറയാം, കൊണ്ടുപോവാ. അപ്പോൾ രേവതി പോയിട്ട് വലിയൊരു പാത്രം എടുത്തു കൊടുന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് കണ്ടു എല്ലാവരുടെയും ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ട് ആ പാത്രത്തിലിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പാത്രം കൊണ്ട് ഒരു ഷെൽഫിൽ കൊണ്ട് വയ്ക്കുന്നുണ്ട്.
എന്നിട്ട് പിന്നെയും പോയിട്ട് തന്നെ ചെയ്യണേട്ടോ, ഈ ജനലും വാതിലൊക്കെ അടച്ചില്ലേന്ന് ഉറപ്പ് വരുത്തുകയാണ്. എന്നിട്ട് എല്ലാവരും വിളിച്ച് സെറ്റിൽ ഇരുത്തിയിട്ടുണ്ട്. എന്നിട്ട് ഹാവൂ ഇപ്പോഴാണ് ഒരു സമാധാനമായത്. അപ്പോൾ ചന്ദ്രമ്മ ചോദിക്കുന്നുണ്ട്, താലി മാറ്റി ചെറുങ്ങനെ നിങ്ങൾ എന്താ ആരും വരാഞ്ഞത്? ശ്രുതിയുടെ അച്ഛൻ ഫ്ലൈറ്റ് കയറിയെന്ന് പറഞ്ഞു, എന്നിട്ട് ഇതുവരെ എത്തിയിട്ടില്ല, ഇതെന്താ അതൊക്കെ? അതാ ചോദിച്ചപ്പോൾ ബീരാൻ തുടങ്ങി കള്ളക്കരച്ചിൽ. കണ്ടാലേ അറിയാൻ കള്ളക്കരച്ചിലാന്ന്, അങ്ങനത്തെ നല്ല കള്ളക്കരച്ചിൽ കറിയുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമ്മ ചോദിക്കുന്നുണ്ട്, അയ്യോ എന്തിനാ ഇങ്ങനെ വിഷമിക്കണേ? അപ്പോൾ സച്ചി രേവതിയുടെ ചെവിട്ടിലിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ, ഇതെന്ത് പറ്റി? ഇയാളെന്തിനാ ഇങ്ങനെ കറിയണേ? പൗഡർ എടുത്തിടെ അച്ഛനെങ്ങനെ തട്ടിപ്പോയാ? രേവതി മിണ്ടാതിരിക്കാൻ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മാറി മാറി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയും ചോദിക്കുന്നുണ്ട്, എന്താ കാര്യം ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എങ്ങനെ എൻ്റെ വായ കൊണ്ടത് പറയും? അപ്പം നമ്മുടെ സച്ചി പറയുന്നുണ്ട്, പിന്നെ അതിനായിട്ട് വേറെ വായ വാടകയ്ക്ക് എടുക്കാൻ പറ്റുമോ? രേവതി ഇങ്ങനെ അടക്കി നിർത്തുന്നുണ്ട് കേട്ടോ. ചന്ദ്രമ്മയും ദേഷ്യപ്പെടുന്നുണ്ട് സച്ചിൻ്റെ അടുത്ത്. അയാൾ അല്ലെങ്കിൽ വിഷമിച്ചിരിക്കുക. അതിൻ്റെ ഇടയ്ക്ക് ശ്രുതി, നിൻ്റെ അച്ഛനെ എന്ത് പറ്റിയെന്ന് അറിയോ മോളെ? അപ്പോൾ ശ്രുതിയുടെ വക അഭിനയം, അയ്യോ എന്ത് പറ്റിയിട്ടിപ്പോൾ എന്ത് പറ്റിയാളാച്ചാൽ എൻ്റെ അച്ഛനെ എന്ത് പറ്റി? അപ്പം നമ്മുടെ ബീരാൻ പറയുന്നുണ്ട്, നിൻ്റെ അച്ഛൻ്റെ ബിസിനസ് പാർട്ണർ ചതിച്ചു, ഇപ്പോൾ നിൻ്റെ അച്ഛൻ മലേഷ്യയിൽ ജയിലിലാണ് ഉള്ളത്. ഇത് കേട്ടപ്പോൾ എല്ലാവരും സത്യമെന്ന് വിചാരിച്ചില്ല, എല്ലാവരും ആകെ കണ്ണും തുറച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ശ്രുതിയുടെ വക കള്ളക്കാച്ചിൽ, എന്താ ചിറ്റപ്പം ഈ പറയണേ? ഇളയച്ച എന്താ ഈ പറയണേന്ന് ചോദിച്ചിട്ട് ഭയങ്കര അഭിനയം കഴിച്ചു വയ്ക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബീരാൻ പറയണേ, നിങ്ങൾ പറഞ്ഞത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത് എന്ന്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ നോക്കുന്നുണ്ട് കേട്ടോ. പറഞ്ഞ് പഠിപ്പിച്ച് പറയാന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് ബീരാൻ പറഞ്ഞതും. അപ്പം ശ്രുതി എന്നൊരു ശബ്ദം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നത്, എന്ത് പറയാൻ പറഞ്ഞതല്ലേ പറഞ്ഞേന്നോ, അതെന്താ അങ്ങനെ? അപ്പോൾ ബീരാൻ പെട്ടെന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതിയുടെ അച്ഛൻ പറയാൻ പറഞ്ഞതല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ സച്ചിക്കും രേവതിക്കും ഇതൊട്ടും വിശ്വാസം വന്നിട്ടില്ല. അവരിങ്ങനെ മാറി മാറി നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ രവീന്ദ്രൻ ചോദിക്കുന്നുണ്ട്, എന്താ നിങ്ങൾ ഈ പറയണേ? എന്തിനാ ശ്രുതിയുടെ അച്ഛനെ ജയിലിട്ടേക്കുന്നേ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബീരാൻ പറയുന്നുണ്ട്, അവളുടെ അച്ഛനെ പാർട്ട്ണർമാരെ ഭയങ്കര വിശ്വാസമായിരുന്നു, അവരെല്ലാം കൂടി പണം കൊള്ളയടിച്ചിട്ട് ആ പഴി ഇവളുടെ അച്ഛൻ്റെ മേലിട്ടു, എന്നിട്ട് ഇപ്പോൾ ആ കുറ്റത്തിന് ജയിലിൽ കിടക്കുകയാണ്. അപ്പോൾ വീണ്ടും ശ്രുതിയുടെ വക കള്ളക്കരച്ചിൽ കറിയുണ്ട്. എനിക്കിപ്പോൾ തന്നെ അച്ഛനെ കാണണം എന്ന് പറഞ്ഞിട്ട് ശ്രുതി സമാധാനിപ്പിക്കാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഓ അതുകൊണ്ടല്ലേ അവർ ഫംഗ്ഷന് വരാതിരുന്നത്? എയർപോർട്ട് വരെ വന്നതാ, അപ്പോഴാണ് അറസ്റ്റ് ചെയ്യപ്പെട്ടത്. അപ്പോൾ നമ്മുടെ സച്ചിയുടെ വക കോമഡി, ഇത് സത്യം പറയണ മാതിരി ഏതോ ഒരു സിനിമ കണ്ടു വന്ന സിനിമ കഥ പറയണ പോലെയാണല്ലോ പറയണത്. അപ്പോൾ അച്ഛൻ പറയണ്ട, ഒന്നും മിണ്ടാതിരിക്കട്ടെ സച്ചി. അപ്പോൾ ചന്ദ്രമ്മ പറയുന്നുണ്ട്, അല്ല ശ്രുതിമോളുടെ അച്ഛൻ്റെ കയ്യിൽ തെറ്റൊന്നും ഇല്ലല്ലോ അല്ലേ എന്ന് പറയും. അവർ നിരപരാധിയാ. അപ്പോൾ ചന്ദ്രമ്മ ചോദിക്കുന്നുണ്ട്, ഇത്രയും വലിയ കോടീശ്വരനല്ലേ, അപ്പോൾ പുറത്ത് വന്നൂടെ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബീരാൻ പറയണ്ട, ഇല്ല, അവിടെ ആ നാട്ടിലൊക്കെ അങ്ങനെ കുറ്റം ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും പുറത്ത് വരാൻ പറ്റില്ല, അവരുടെ പാസ്പോർട്ടും ബാങ്ക് അക്കൗണ്ടും ഒക്കെ ബ്ലോക്ക് ആക്കിയിരിക്കുക, എല്ലാ ബിസിനസ് സ്ഥാപനം പൂട്ടിയെന്ന് പറയുമ്പോൾ ചന്ദ്രമ്മയ്ക്ക് ആകെ വിഷമം കിട്ടുക. അയ്യോ അപ്പോൾ എല്ലാ സ്വത്തും പോയോ? അപ്പോൾ സച്ചി രേവതിയോട് പറയും, കണ്ട അയാൾക്ക് എന്തെങ്കിലും പറ്റിയതല്ല കുഴപ്പം, സ്വത്ത് പോയാലാണ് എൻ്റെ അമ്മയ്ക്ക് വിഷമം. അപ്പോൾ രേവതി ഒന്നും മിണ്ടാതിരിക്കേണ്ട സച്ചിയേട്ടാ. അല്ല അങ്ങനെയല്ല, സ്വത്ത് അവരെടുത്തൊന്നുമല്ല പറയണം, സ്വത്ത് നഷ്ടപ്പെട്ടൊന്നുമില്ല, പക്ഷേ ഇപ്പോൾ ഒന്നും യൂസ് ചെയ്യാൻ പറ്റാത്ത പോലെ ബ്ലോക്ക് ആക്കി വെച്ചിരിക്കുക. കേസിൽ അവർ നിരപരാധിയാണ് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സ്വത്തൊക്കെ ഉപയോഗിക്കാം. അത് കേട്ടപ്പോഴാണ് ചന്ദ്രമ്മ ഹാവൂ എന്ന് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശ്രുതി കരയാണ് കേട്ടോ. ശ്രുതി ആശ്വസിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചന്ദ്രമ്മ സാരില്ലേ ശ്രുതി മോളെ, നിൻ്റെ അച്ഛൻ്റെ ഭാഗത്ത് തെറ്റൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അതല്ല ആൻറ്റി, ഞാൻ ഇത്രയും വർഷമായിട്ട് അച്ഛനെ പിരിഞ്ഞിരിക്കുകയായിരുന്നു, ഇനി എന്നേക്കായിട്ട് പിരിയുമല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്, അങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്കൊരു പേടി, പാവം എത്ര കഷ്ടപ്പെടുന്നുണ്ടാവും എൻ്റെ അച്ഛൻ. അപ്പോൾ ചന്ദ്രമ്മ ആശ്വസിപ്പിക്കും, അവർ വെളിയിൽ വരും, നീ വിഷമിക്കണ്ട. സച്ചി എൻ്റെ ഇടയ്ക്ക് ഓരോ കൗണ്ടുകൾ അടിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബീരാൻ പറയുന്നുണ്ട്, ശ്രുതിമോള് വിഷമിക്കണ്ട, ഞാൻ ഉണ്ടല്ലോ, ഞാനൊക്കെ ശരിക്കോളാം. അപ്പോൾ ചന്ദ്രമ്മ പറയുന്നുണ്ട് ശ്രുതിയുടെ അടുത്ത്, ശ്രുതി കണ്ടില്ലേ ശ്രുതിമോളുടെ അച്ഛൻ അവിടെ തന്നെ കിടന്ന് കഷ്ടപ്പെടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട്, പിന്നെ ഇവനും കൂടെ ജയിലിൽ കിടന്ന് കഷ്ടപ്പെടണോ? അപ്പോൾ രവിയേട്ട അവരോടൊന്നും മിണ്ടാതിരിക്കാൻ പറയും, ഇത് കണ്ടില്ലേ എന്ന് ചോദിക്കേണ്ടേട്ട. അപ്പോൾ രവിയേട്ട പറയാം, ഒന്നും മിണ്ടാതിരിക്കും സച്ചി. അപ്പോൾ ചന്ദ്രമ്മ പറയുന്നുണ്ട്, ശ്രുതി നീയും ശ്രുതിയും കൂടിയിട്ട് മലേഷ്യക്ക് പോയിട്ട് വാ, എന്താണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വാ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ബീരാൻ ഇരുന്നിട്ട് ഒന്നും അറിയാത്ത പോലെ രണ്ടുപേരും കൂടി പോയിട്ട് വന്നു. അപ്പോൾ ശ്രുതി കഴിഞ്ഞ് ഞെട്ടിയിട്ട് ബീരാനെ ഇങ്ങനെ തുറച്ച് നോക്കുന്നുണ്ട് കേട്ടോ. സച്ചിനെ അവധി ഇവരെ ഇങ്ങനെ മാറി മാറി വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണേ. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ ബീരാൻ പറയാം, അത് വേണ്ട, അതിപ്പോൾ പോയി ശരിയാവില്ല. അങ്ങനെ എന്താ പറയണേ? അപ്പോൾ പിന്നെ അവരെന്നെ ആര് വെളിയിൽ കൊണ്ടുവരും? അയ്യോ ഇപ്പോൾ ഇവർ പോയാലേ ഇവരെയും പിടിച്ച് ജയിലിടും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചന്ദ്രമ്മ ഞെട്ടിയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രുതിയല്ലേ, ശ്രുതി അയ്യോ നിങ്ങളെന്നെയും പിടിച്ച് ജയിലിടൂ. ബീരാൻ പറയണ്ട, അവരുടെ കാലശേഷം ആ സ്വത്തും വഴി നിങ്ങൾക്കല്ലേ കിട്ടാൻ പോണേ, അപ്പോൾ നിങ്ങളെയും പിടിച്ച് അറസ്റ്റ് ചെയ്യും എന്ന് പറയുന്നുണ്ട് ബീരാൻ. അപ്പോൾ ബീരാൻ പറയണം, ഞാൻ തന്നെ ആരും അറിയാണ്ട് മലേഷ്യയിൽ നിന്ന് പോന്നതാ, ഞാനിവളുടെ ഇളയച്ചനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ തൂക്കി ജയിലിടും. അപ്പം നിങ്ങളിപ്പോൾ മലേഷ്യക്ക് പോകണില്ലേ എന്ന് നോക്കിയിട്ടുണ്ട് സച്ചിട്ട്. ഇല്ല, ഞാനിപ്പോൾ തിരുപ്പതിയിൽ പോയി മുട്ടടിക്കാൻ പോവാം, എന്നിട്ട് പിന്നെ ഏതൊക്കെ അമ്പലത്തിൽ പോകേണ്ട കാര്യമൊക്കെ പറയണ്ട, അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ വേറെ നാട്ടിലേക്ക് പോകാൻ പോവാം,
കുറച്ച് നാളെ ഞാൻ മറിഞ്ഞിരിക്കണം. ഇനിയിപ്പോൾ ഫോണിലെങ്ങാനും സംസാരിച്ചിട്ട് എന്നെ പിടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ശ്രുതി മോളോട് നേരിട്ട് കാര്യങ്ങൾ പറയാൻ വന്നത്. എന്നാൽ പിന്നെ ഞാൻ പോട്ടെ. അപ്പോൾ ഇളയച്ചനും ഇപ്പം എന്നെ തന്നെ വിട്ടിട്ട് പോവാണോ എന്ന് ചോദിക്കണ്ടേട്ടോ ശ്രുതി കരഞ്ഞിട്ട്. എന്ത് ചെയ്യാൻ ശ്രുതി മോളെ, എനിക്ക് നിന്നെ തന്നെ വിട്ടു പോകാൻ മനസ്സൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് കെട്ടിപ്പിടിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ശ്രുതി കാലിലൊരു ചവിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നറിയാതെ കരഞ്ഞു പോയിട്ടാ പേരെ പറയണ്ട. അല്ല അതൊന്നുമില്ല, ശ്രുതി മോൾ ഇവിടെ തന്നെ വിട്ടിട്ട് പോകുമ്പോൾ മനസ്സിന് ഭയങ്കര വിഷമിക്കേണ്ട ശ്രുതി മോളെ. അച്ഛനെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിയണമെങ്കിൽ ഞാൻ അറിയിക്കാം. ഇതുമായിട്ട് നമ്മുടെ ബീരാൻ പൂ ഇറങ്ങണുണ്ട്. അപ്പോൾ സച്ചി തൊപ്പി എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. മലേഷ്യനെങ്കിൽ ഇതാ തൊപ്പി. അപ്പോൾ അതും മേടിച്ച് തലയിൽ വെച്ചിട്ട് താങ്ക്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ രവീന്ദ്രൻ ശ്രുതിനെ സമാധാനിപ്പിക്കാൻ പോയിട്ടുണ്ട്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, ഇത്ര നാൾ ഞാൻ അച്ഛനോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല, ഇപ്പോൾ സംസാരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാൻ നിൽക്കുമ്പോൾ കാണാൻ പോലും പറ്റില്ല അച്ഛനെ, എനിക്ക് എന്നെ കൊണ്ട് ഇത് സഹിക്കാൻ പറ്റില്ലെങ്കിൽ എന്നും പറഞ്ഞിട്ട് കരഞ്ഞിട്ട് പോയിട്ടുണ്ട് ശ്രുതി. പിന്നാലെ ശ്രുതിയും പോയിട്ടുണ്ട് കേട്ടോ. പിന്നാലെ ചന്ദ്രമയും പോയിട്ട് റൂമിൽ ചെന്നിട്ട് ശ്രുതി മോളേനെ ഭയങ്കരമായിട്ട് ആശ്വസിപ്പിക്കണം. ഞാനും വിചാരിച്ചു അവരെന്താ വരാത്തതെന്ന് ദേഷ്യപ്പെട്ടിരിക്കുകയായിരുന്നു. പക്ഷെ അവർക്ക് ഇങ്ങനെയൊക്കെ സംഭവിച്ചില്ലേ. അപ്പോൾ നമ്മുടെ സച്ചി ഇങ്ങനെ ആലോചിച്ച് നിൽക്കണം കേട്ടോ. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ അങ്ങനെ ആലോചിക്കണേ നോക്കിയിട്ട്. അല്ല, അന്ന് പൗഡർ എടുത്ത് ചോദിച്ചപ്പോൾ പറഞ്ഞു അച്ഛൻ ഫ്ലൈറ്റിൽ കയറിയിട്ടുണ്ടെന്ന്. ഇതിപ്പോൾ പറയണു പോലീസ്, ജയിലിൽ നിന്നൊക്കെ. എന്തിപ്പോൾ കഥ മാതിരി ഇങ്ങനെ ഒരു ടിസ്റ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ. എന്തോ ഒരു കുഴപ്പമുണ്ട്. നിങ്ങൾക്ക് പിന്നെ എല്ലാത്തിലും സംശയമാണല്ലോ. പാവം ശ്രുതി, അവൾ ഭയങ്കര വിഷമത്തിലാണ്. കണ്ടിട്ട് എനിക്ക് തന്നെ വിഷമം തോന്നണു. എത്രയും പെട്ടെന്ന് അച്ഛനൊന്ന് പുറത്തിറങ്ങിയാൽ മതിയായിരുന്നു എന്നും പറഞ്ഞിട്ട് നമ്മുടെ രേവതി പോയിട്ടുണ്ട്. സച്ചിക്ക് അപ്പോഴും വിശ്വാസം വരാതെ അങ്ങനെ മൂക്കും വരലും വെച്ച് നിന്ന് ആലോചിക്കുകയാണ് കേട്ടോ. അതും കഴിഞ്ഞ് വന്ന് ചന്ദ്രമ്മ ഇവിടെ ഇങ്ങനെ ആകെ ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടക്കുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ പറയുന്നുണ്ട്, രേവതി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുപോകാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ രേവതി അച്ഛന് വെള്ളം കൊണ്ടുവന്നിട്ടുണ്ട്, അമ്മയ്ക്ക് ചായയും കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അമ്മ ഇതാ ചായ എന്ന് പറയുന്നുണ്ട്. അതിനിപ്പോൾ ഞാൻ നിന്നോട് ചോദിച്ചോ എന്ന് പറയുന്നുണ്ട്. അല്ല, അമ്മ എപ്പോഴും ചായ കുടിക്കേണ്ട സമയമാണല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ ചായയുടെ ഒറ്റ തട്ട ചന്ദ്രമ്മ. നിനക്കെന്താ ചന്ദ്ര, പ്രാന്ത് പിടിച്ചോ? എനിക്ക് പ്രാന്താന്നും പറഞ്ഞിട്ട് വീണ്ടും അദ്യൂതി നടക്കാൻ തുടങ്ങിയിട്ട് നിനക്ക് എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അതല്ലേ പറഞ്ഞേ പ്രാന്ത് പിടിച്ചു എന്ന്. അപ്പോൾ സച്ചി പറഞ്ഞു, എൻ്റെ സംശയം തീർന്നു കിട്ടി പറയുന്നത്. അതാടാ എല്ലാവരും കൊണ്ടിട്ട് ഹോസ്പിറ്റലിൽ ഇട്, എന്നിട്ട് നീയും നിൻ്റെ ഭാര്യയും കൂടി ഇവിടെ സുഖിച്ച് ജീവിക്കേ പറഞ്ഞിട്ട് വീണ്ടും അങ്ങോട്ട് കൂടെ നടക്കണം കേട്ടോ. അപ്പോൾ അച്ഛൻ ചോദിക്കും, നീ എന്തിനെങ്ങനെ ദേഷ്യപ്പെടേണ്ട ചന്ദ്രേ? ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ ദേഷ്യപ്പെടാതെ എന്താ ചെയ്യേണ്ടത്? ഈ വീട്ടിൽ വരാൻ പോണ മഹാലക്ഷ്മീനെ ഒരു സ്ഥലത്ത് അടച്ചിട്ടു, വേറൊരു മഹാലക്ഷ്മി ആണെങ്കിൽ വീട്ടിൽ പോയിരിക്കുക. 10 പൈസയ്ക്ക് ഗതിയില്ലാത്തുള്ളൂ ഇവിടെ സുഖിച്ച് അങ്ങോട്ട് ഇരിക്കുക. അത് കേട്ടപ്പോൾ അച്ഛൻ്റെ ദേഷ്യം വന്നു കേട്ടോ. മഹാലക്ഷ്മി നീ ഉദ്ദേശിച്ചത് പണത്തെ മാത്രമാണോ? വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്ന മരുമകളെ വീട്ടിലെല്ലാ കാര്യങ്ങളിലും ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്ത് ഇന്ന മഹാലക്ഷ്മി എവിടെയും പോയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോൾ ഇവിടുത്തെ മഹാലക്ഷ്മി ഇവിടെ തന്നെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സച്ചിക്ക് സമാധാനം. സച്ചി പറയുന്നുണ്ട്, അപ്പോൾ ഇവിടുത്തെ മഹാലക്ഷ്മി പൂക്കട വെച്ചിരിക്കുക അല്ലേ അച്ഛാ? ആടാ, നിൻ്റെ അമ്മയ്ക്കത് മനസ്സിലായിട്ടില്ല. ദേ ചന്ദ്രേ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഈ വീട്ടിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഒക്കെ നീ രേവതിനെ ഇങ്ങനെ കുറ്റം പറഞ്ഞിട്ടുണ്ട് എന്നാലും അവളൊന്നും പറയാണ്ട് നമ്മളോട് പറയാണ്ട് എങ്ങാനും അവളുടെ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ? എന്നാൽ വർഷയുടെ കാര്യമോ? ആ മര്യാദ നമുക്ക് തന്നോ? നമുക്കെങ്ങനെ മര്യാദ കിട്ടാനാ? ഇവൻ ചെയ്ത ഓരോ പണികൾക്കേ ഇതന്നെ കിട്ടുള്ളൂ. അപ്പോഴും നമ്മുടെ സുധി തന്നെയായിട്ട് സച്ചിയുടെ അടുത്ത് പറയണേ, നീ ആ ഫംഗ്ഷന് വരാതിരുന്നാൽ മതിയായിരുന്നു, അപ്പോൾ ഒരു കുഴപ്പമുണ്ടാവില്ലായിരുന്നു. നിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല, അല്ല അച്ഛനെ പറഞ്ഞാൽ മതി. അപ്പം അച്ഛൻ ചോദിക്കണം, ഞാൻ എന്താണ് ചെയ്തത്? ഇവൻ വേനില്ല എന്ന് പറഞ്ഞിട്ട് അച്ഛനല്ലേ ഇവനോട് നിർബന്ധിച്ചു കൊണ്ടുവന്നത്? ഇവൻ വന്നുകൊണ്ടല്ലേ ഇപ്പോൾ രണ്ടുപേര് വീട് വിട്ട് പോയത് എന്ന് ചോദിക്കേണ്ടി കേട്ടോ. അപ്പോൾ ചന്ദ്രൻ പറയണം, അതൊക്കെ പറഞ്ഞ് ഇയാൾക്ക് എങ്ങനെ അച്ഛനെങ്ങനെ മനസ്സിലാവാനാ? വർഷേ, ഈ എത്ര വലിയ വീട്ടിലെ കുട്ടിയെന്ന് അറിയാം, മഹാലക്ഷ്മിയാണ് അവൾ, മഹാലക്ഷ്മി. അവളിനി വീടിൻ്റെ അടുത്തോളം വരില്ല എന്നാണ് പറയണേ. ഇവളുടെ കാര്യം നോക്ക്, വീട്ടിലേക്ക് വന്ന കുബേരനാ, അത് ഇവിടെ ജയിലിൽ വിട്ടു എന്നും പറഞ്ഞിട്ട് അവിടെ സെറ്റിൽ പോയിരുന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആകെ പ്രാന്ത് പിടിച്ച് നടക്കണം നമ്മുടെ ചന്ദ്രമ്മ. ഇതിൻ്റെ ഇടയ്ക്ക് സച്ചി ചോദിക്കുന്നുണ്ട്, അല്ല ഫോട്ടോ എടുത്തി, അപ്പം നിങ്ങളുടെ അച്ഛൻ്റെ പേര് കുബേരനാണോ? അത് പറഞ്ഞില്ലല്ലോ. എന്തായാലും ബീരാൻ്റെ വരോട് രസകരമായൊരു എപ്പിസോഡാണ് കേട്ടോ. ഓക്കെ, ബൈ. അടുത്ത രസകരമായ എപ്പിസോഡായിട്ട് വീണ്ടും വരാം.